പല കളറിൽ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് നീലയും വെള്ളയും പുട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് നമ്മൾ പണ്ട് LP സ്കൂളിൽ പോയ ഓർമ്മയാണ് വരുന്നത്. ഈ കളറായിരുന്നു അന്നത്തെ യൂണിഫോം, നീലയും വെള്ളയും. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. എന്നും ദോശ അപ്പോൾ ഇഡലിയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തലേ ദിവസമേ പച്ചരി വെള്ളത്തിയിട്ടിരിക്കുകയായിരുന്നു. അതൊന്ന് രാവിലെ ഊറ്റി പൊടിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. പുട്ട വയ്ക്കാനുണ്ട്, അതാണ് ബേസ്. ഇനി കടലക്കറി ഉണ്ടാക്കണം. അപ്പോൾ കടല നന്നായിട്ട് വേവിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കടലയും എടുത്ത് കുറച്ച് തേങ്ങ എടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതാ തേങ്ങാപ്പൂളും കൂടെ ഇട്ട് കടുകും കൂടെയൊക്കെ താളിച്ചൊഴിച്ചപ്പോഴേക്ക് സംഭവം അടിപൊളി. പിന്നെ ഇനി നീല കളറിനായിട്ട് കുറേ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാണ് എടുത്തത്. അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ കളറൊക്കെ എടുത്തിട്ട് ആ പുട്ടിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പുട്ടിന് എങ്ങനെയാണോ നമ്മൾ മിക്സ് ചെയ്യണത് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വെറൈറ്റി പുട്ടല്ലേ, അപ്പോൾ വിചാരിച്ച് വാഴയിലയിൽ കഴിക്കാമെന്ന് അങ്ങനെ വാഴയിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നീല പുട്ടുപൊടിയും പിന്നെ നമ്മുടെ സാധാരണ വെള്ള പുട്ടുപൊടിയും കൂടിയൊക്കെ ചേർത്ത് പുട്ടവച്ചെടുത്തപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെ അതിൻ്റെ പങ്ക് നമ്മളെ കാക്കകൾക്കും ഉണ്ടേ.